അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. അന്യ സ്ത്രീയും പുരുഷനും ഇടകലരുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള അഭ്യാസങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അനിവാര്യഘട്ടത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അതിൻ്റെ മറപിടിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും പല പ്രമുഖ ചാനലുകാരടക്കം, അവർക്ക് ഒരു വാർത്തയാണല്ലോ ആവശ്യം, പലർക്കും മറപിടിച്ചുകൊണ്ട് വെറുതെ വിവാദമുണ്ടാക്കാനായി ഇസ്ലാമിക വിമർശകരടക്കം ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി അവരോടൊരു കാര്യം പറയുകയാണ്. കാന്തപുരം ഉസ്താദ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു മതവിഭാഗത്തിൻ്റെ, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന, ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാർക്ക് മൊത്തത്തിൽ പറയാനുള്ള അഭിപ്രായമാണ്. ആ പണ്ഡിതന്മാരുടെ എല്ലാം പ്രതിനിധിയായി, ഉസ്താദായി അദ്ദേഹം അക്കാര്യം വിളംബരം ചെയ്തു, പ്രഖ്യാപിച്ചു എന്ന് മാത്രമാണ്. അഥവാ ഒരു പണ്ഡിത ധർമ്മമാണ് അദ്ദേഹം നിർവഹിച്ചത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ആണും പെണ്ണും അഥവാ അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഇടകലരാൻ പാടില്ല അനാവശ്യമായി എന്നുള്ളതാണ്. ചിലപ്പോൾ ഡോക്ടറെ സമീപിക്കേണ്ടി വരും, ഒരു സ്ത്രീ പുരുഷ ഡോക്ടറെ സമീപിക്കേണ്ടി വരും. അത് പ്രഗത്ഭരായ, ക്വാളിഫൈഡായ, അതിന് യോഗ്യയായ സ്ത്രീ ലേഡി ഡോക്ടർ ഇല്ലാത്ത സമയത്ത്, ജീവൻ അപായം വരുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു പുരുഷ ഡോക്ടറെ സമീപിക്കേണ്ടി വരും. അഥവാ അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം അങ്ങനെ സ്ത്രീയും പുരുഷനും തമ്മിൽ കാണാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. കച്ചവടം നടത്തുന്ന സമയത്ത്, ഇങ്ങനെ വളരെ സുപ്രധാനമായ ഘട്ടങ്ങളിൽ, അനിവാര്യമായ, കൂടാതെ കഴിയാത്ത, ഒഴിച്ചുകൂടാനാവാത്ത ഘട്ടങ്ങളിൽ മാത്രം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ അവർ തമ്മിൽ കാണുകയും ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ മാത്രം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ മാംസവും ഭക്ഷിക്കാൻ പറ്റില്ല. നായയുടെയും പന്നിയുടെയും, തിന്നപ്പെടാൻ പറ്റാത്ത ജീവികളുടെ മാംസം ഭക്ഷിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികൾ, മൗക്കൂലാത്തെന്ന് പറയും, അവയുടേത് ഭക്ഷിക്കാൻ പറ്റും. ജ്യൂസും മറ്റു പാനീയങ്ങളൊക്കെ ഇസ്ലാം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഹലാലാണ്, അനുവദനീയമാണ്. എന്നാൽ മദ്യം, അത് ജ്യൂസ് രൂപത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു മധുരമുണ്ടെങ്കിൽ, അതിൽ പുളിരസമുണ്ട്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മറ്റു പല ബ്രാൻഡുകളുമുണ്ട്, അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം അത് ലഹരിയുണ്ട്, മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കും, ഉമ്മയെയും പെങ്ങളെയും മക്കളെയും തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വമുണ്ടാവും, കുടുംബത്തിലും അയൽപക്കങ്ങളിലും മറ്റു ബന്ധങ്ങളിലൊക്കെ അത് വിള്ളലും കലാപവും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെ വിവാഹത്തിൽ അനുവദനീയമായ രീതിയിൽ സ്ത്രീക്കും പുരുഷനും സംഗമിക്കാം, അവർക്ക് സ്നേഹം പങ്കിടാം, അവർക്ക് സെക്സ് നടത്താം. ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല. അവിടെ പ്രത്യുൽപാദനം നടത്തി പുതിയ തലമുറ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. അത് അനുവദനീയമായ രീതിയിൽ മാത്രം പറ്റുമെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ ചില ആളുകൾ ചോദിച്ചേക്കാം, ഇവിടെ അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടകലർന്ന് അവിടെ വ്യായാമം നടത്തുമ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുന്നൊക്കെ ചോദിച്ചവരുണ്ടാകാം. ആകാശം ഇടിഞ്ഞു വീഴുന്നതിനേക്കാൾ വലിയ അപകടം ചിലപ്പോൾ ഉണ്ടാകും. ആ സ്ത്രീകൾ ഒരു മകളായിരിക്കാം, പെങ്ങളായിരിക്കാം, ഒരു ഭർത്തൃമതിയായിരിക്കാം. അപ്പോൾ അവർ ഇടകലരുമ്പോൾ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, പബ്ലിക്കലല്ലേ ചെയ്യുന്നത്, അവരവിടെ വേറെ വേണ്ടാത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, എല്ലാവരും കാണുക ഒക്കെ ശരിയാണ്. പക്ഷേ അതിലേക്കുള്ള ചെന്നത്തിലും അവർ പിരിയലും, അവർ അതുപോലെ നമ്പർ കൈമാറലും, വാട്സാപ്പ് വഴി പിന്നീട് കോൺടാക്റ്റ് ആവലും, അങ്ങനെ പരിചയം പുതുക്കലും, അത് പ്രണയങ്ങളിലേക്കും വേണ്ടാത്ത പ്രേമത്തിലേക്കൊക്കെ വഴി തട്ടലും, അങ്ങനെ അവിഹിതങ്ങൾ കലാപങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും നമ്മൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത, എന്താ പറയുക, നമുക്കൊരിക്കലും നിർവചിക്കാൻ പറ്റാത്ത വലിയ അപകടങ്ങളിലേക്ക് അത് ചെന്നെത്തിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ തടയിടുകയാണ്, മുളയിലേ നുള്ളിയിടുകയാണ്. നമ്മൾ എന്ന് പറയില്ലേ, ലാ തഖ്റബു സിന എന്ന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. വ്യഭിചാരം ചെയ്യരുതെന്ന് മാത്രമല്ല, അതിലേക്ക് എത്തിപ്പെട്ടുന്ന വാക്ക്, പ്രവൃത്തി, അതുപോലെ തന്നെ മിംഗ്ലിങ്, ഇങ്ങനെയുള്ള അനാവശ്യമായ ഇടകലരും സംസാരവും അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുമൂലം വന്നു ഭവിക്കുന്ന അപകടങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൊറോണ സമയത്ത് മാസ്ക് ധരിക്കണം, കൈ കഴുകണം, സാമൂഹിക അകലം പാലിക്കണം എന്ന് വേണം. കൊറോണ വന്നവരോടല്ലാതെ പറയുന്നത്, വരാത്തവരോടാണ് പറയുന്നത് മെയിനായിട്ട്. കാരണം എന്താ, കൊറോണ പോലെയുള്ള അപകടം വരാതിരിക്കാനാണ്. ഇപ്പോൾ എലിപ്പനി വരാതിരിക്കാൻ എലി നശീകരണം നടത്തുന്നുണ്ട്, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ മറ്റൊരു കൊതുക് നശീകരണം നടത്തുന്നുണ്ട്. അങ്ങനെ ഓരോ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യാനും ചെയ്തിട്ടും ഡയറ്റിംഗ് നടത്താൻ പറയുന്നതാണ്. അപ്പോൾ എന്താണ്
ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ഒരു അപകടം മുന്നിൽ കണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന നിലക്ക് പറയുന്നതാണിത്. അത് ഇസ്ലാമിൻ്റെ അണികളോടാണ് പറയുന്നത്. അവർക്കാണത് ബാധകം. അവരിൽ തന്നെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുണ്ട്. എക്സ് മുസ്ലിംസ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, അവർക്കിത് ബാധകമല്ല. അവർ ഇസ്ലാമിൻ്റെ പേര് വെച്ചുകൊണ്ടാണ് അവർ പലതും നടക്കുന്നു, ചെയ്യുന്നു, ഇസ്ലാമിനെ കുറ്റം പറയുന്നു. ആർക്കെങ്കിലും അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണ്. ആ പറയുന്ന പണ്ഡിതന്മാരെ ഫോളോ ചെയ്യുന്ന ആളുകളോട് മാത്രമാണ്. അവരിൽ തന്നെ അത് തള്ളുന്നവരും കൊള്ളുന്നവരും ഉണ്ടാകാം. കൊള്ളുന്നവർക്ക് കൊള്ളാം, അഥവാ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, ഉൾക്കൊണ്ടവർക്ക് ഉൾക്കൊള്ളാം. അത് പറ്റില്ല, എന്നെ അതിന് കിട്ടില്ല, എന്നോടത് പറയണ്ട എന്നുള്ളവർക്ക്, അവർ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കാം. മുസ്ലിങ്ങളല്ലാത്തവരെ കാര്യം ഏതാനും പറയേണ്ടതില്ല, അവരോട് പറയുന്നില്ലല്ലോ. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ പറ്റാത്തവർക്ക് പറ്റണ്ട, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. ആരെയും ഇവിടെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് പ്രസംഗത്തിൽ നിർബന്ധമായി ചെല്ലണം, അല്ലെങ്കിൽ നിങ്ങളെ കൈ വെട്ടും കാല് വെട്ടൊന്നും, അത് ഇസ്ലാമിൻ്റെ നയമല്ല. ഒറിജിനൽ സമസ്ത ഇസ്ലാമിൻ്റെ സുന്നി ആശയം പറയുന്നത്. ഇവിടെ സുന്നികൾ മാത്രമല്ല, മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇത് അംഗീകരിക്കുന്നുണ്ട്. മിക്കവാറും ഇസ്ലാമിൻ്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളും ആദർശ പ്രസ്ഥാനങ്ങളൊക്കെ ഇതേ അഭിപ്രായം, ഇതേ നയനിലപാടുകാരാണ്. കാരണം ഇസ്ലാമിൻ്റെ നയനിലപാട് അങ്ങനെയാണ്. അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ അനാവശ്യമായി ഇടകലരാൻ പാടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ സേഫായി സുരക്ഷിതമായി ചിലപ്പോൾ ആണും പെണ്ണും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ടി വരും. അത് നോക്കിയിട്ട് സ്പോർട്സിൻ്റെ കാര്യം കൂടെ പറയാൻ പറ്റുമോ? സ്പോർട്സിലായാലും എന്തിലായാലും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു, അതിന് മേലെ പറയണമെന്ന്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് നിർബന്ധമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ കൊച്ചാക്കി പറയാമെന്നില്ല. ഇന്ത്യൻ ഭരണം അംഗീകരിച്ചു എന്നതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യണമെന്നും ഭരണഘടന പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുക ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചതാണ്. അതിൽ വാഹനത്തിൽ പോലും നിർബന്ധമാണ് എന്നതിൻ്റെ അർത്ഥം. വാഹനം വാങ്ങാൻ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാവരും വാഹനം മേടിച്ചെന്നാ, എല്ലാവരും 12 ലക്ഷത്തിൻ്റെ കാറ് മേടിച്ചെന്നാ അതെല്ലാവർക്കും കഴിയുമോ? അങ്ങനെ അർത്ഥം വെക്കരുത്. അതിനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾ തന്നെ ചെയ്യേണ്ടവർക്ക് ചെയ്താൽ മതി, എല്ലാവർക്കും ചെയ്യേണ്ട. ആരെവിടെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നില്ല. അത് തന്നെയാണ് പറയുന്നത്. അത് മുസ്ലിങ്ങളോട് മാത്രമാണ് പറയുന്നത്. അവർ തന്നെ കേൾക്കേണ്ടവർ കേട്ടാൽ മതി. കേൾക്കാത്തവരും അംഗീകരിക്കാത്തവരും അനുസരിക്കാത്തവരും അനുസരിക്കണ്ട. അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ? മുസ്ലിം സ്ത്രീകളെ രംഗത്തിറക്കാൻ ആർക്കാണ് ഇത്ര ഒരു ഞരമ്പ് രോഗം? അവരെ അവറത്ത് കണ്ട് രസിക്കണം, അവരെ ദർശന സ്പർശന സുഖം കിട്ടണം എന്ന് ആർക്കാണ് ഇത്ര ഇവിടെ വലിയ കടിയുള്ളത്? ആർക്കാണ് ഇവിടെ പ്രശ്നമുള്ളത്? അങ്ങനെ തോന്നിപ്പോകുക, അങ്ങനെ വിചാരിക്കുമല്ലോ. ഈ മുസ്ലിം സ്ത്രീകളെ രംഗത്തിറക്കാൻ ഇത്ര വലിയ ത്വര, ഇത്ര വലിയ അത്യാഗ്രഹം ആർക്കാണ്? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? മുസ്ലിം സ്ത്രീകളിൽ തന്നെ അംഗീകരിക്കുന്നവർ, പണ്ഡിത സഭയെ പണ്ഡിതന്മാരെ നേതൃത്വം വഹിക്കുന്നവർ അംഗീകരിച്ചോട്ടെ. മതവിധി ആഹ്വാനം ചെയ്യുന്നേ ഉള്ളൂ, അടിച്ചേൽപ്പിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ മിംഗ്ലിംഗ് ആയി പല അപകടങ്ങളിലേക്കും അവിഹിതങ്ങളിലേക്കും നമ്മൾ കാണുന്നില്ലേ? എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്? അന്യ സ്ത്രീ പുരുഷന്മാരെ തമ്മിൽ ഇടകലർന്നതിൻ്റെ ഫലമായി, സോഷ്യൽ മീഡിയയൊക്കെ അനാവശ്യമായി ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് ഭർത്തൃമതികളായ 2-3 കുട്ടികളുടെ അമ്മമാരും ഉമ്മമാരുമായ സ്ത്രീകൾ മറ്റു അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കൊലപാതകവും കത്തിക്കുത്തും പ്രശ്നങ്ങളും എന്തെല്ലാമാണ്, ആത്മഹത്യകളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ കാണുന്നില്ലേ? ഇങ്ങനത്തെ അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ല ബുദ്ധിയിൽ ചിന്തിക്കണം. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല ഈ എതിർക്കുന്നവരും. അവർക്ക് ഇസ്ലാമിനോടുള്ള കണ്ണുകടി എന്നൊക്കെ പറയില്ലേ, ഇസ്ലാമിനോടുള്ള അടങ്ങാത്ത അസൂയ, ഇസ്ലാമിനോടുള്ള അടങ്ങാത്ത വെറുപ്പ്, അതൊരു കാരണമാണ് അവരെ കൊണ്ട് പറയിക്കുന്നത്. ചിലപ്പോൾ അജ്ഞതയാവാം, ചിലപ്പോൾ അവിവേകമായാം, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാവാം. ഏതായാലും എല്ലാവരോടും കൂടിയാണ് പറയുകയാണ്, അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കണ്ട. ഇവിടെ ഇസ്ലാമിൽ മാത്രമല്ലല്ലോ, മറ്റു മതങ്ങളിലെ പുരോഹിതന്മാരും അവരുടേതായ നിയമങ്ങൾ കൽപ്പിക്കുന്നില്ലേ? അതിൻ്റെയും സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. അതും അനുസരിക്കുന്നവരും അല്ലാത്തവരുമില്ലേ? അനുസരിക്കുന്നവരെ അനുസരിക്കട്ടെ, അല്ലാത്തവരെ അനുസരിക്കണ്ട. അത് ഈ ഇസ്ലാമിൻ്റെ ഇതിൽ മാത്രമല്ല. എന്താ നിങ്ങൾ ചെയ്യുന്നത്? മറ്റു മതങ്ങളിലും ഇങ്ങനെ തന്നെയല്ലേ? അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? ഇവിടെ മതപണ്ഡിതന്മാർക്ക് അവരെ ഫോളോ ചെയ്യുന്നവരോട് മതനിയമങ്ങൾ പറയാൻ, അടിച്ചേൽപ്പിക്കാനല്ല, പറയാനും ആഹ്വാനം ചെയ്യാനും അവരെ പഠിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ ഈ ഭരണഘടന തന്നെ. ആ സ്വാതന്ത്ര്യമാണ് അവർ ഉപയോഗിക്കുന്നത്. ആ വട്ടത്തിൻ്റെ വൃത്തത്തിൽ നിന്നുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അത് നിങ്ങൾക്കെന്താ കൂട്ടരെ ഇത്ര വലിയ ചൊറിച്ചിൽ? അതാണ് ഇവിടെ ചോദ്യം.
അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കണ്ട. ഇതൊക്കെ അന്നം തിന്നുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ഈ ചൊറിച്ചിലിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.